എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നും എൻ്റെ കൂടെ എൻ്റെ മൂസക്കായി വന്നിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. എന്തുമായി? നേരത്തെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, മൂസക്കായുടെ സീ ഫ്രഷ്. നല്ല വൃത്തിയുള്ള നല്ല പച്ച മീന് വിതരണം ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആരംഭിച്ച വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു മീൻ ഉണ്ടാക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഫിഷ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഐറ്റം ഉണ്ടാക്കാം, അതാണ് മത്സരം. ഈ മത്സരത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പങ്കെടുക്കാം. ഇനി ഭർത്താവ് അല്ലെങ്കിൽ മകനായാലും അമ്മാവനായാലും ആരായാലും, ഉമ്മയും മക്കൾക്കും പങ്കെടുക്കാം. ഒരു മെയിലും ഒരു ഫീമെയിലും ആയിരിക്കണം പങ്കെടുക്കുന്നത്. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം ഉണ്ടാക്കാം. അത് ഫിഷ് കൊണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. കാരണം അത് മൂസക്കായ് സീ ഫ്രഷ് ചെയ്യുന്ന മത്സരമാണ്. കറക്റ്റ്. അപ്പോൾ മത്സര വിജയിക്ക് ഒരു അടിപൊളി സമ്മാനം കൊടുക്കണം. ഒരു സമ്മാനമുണ്ട്. എന്താണ് അത്? സമ്മാനമായിട്ടല്ല ഞങ്ങൾ തരുന്നത്, നിങ്ങൾക്ക് ആനന്ദിക്കാൻ കുടുംബസമേതം നിങ്ങൾക്കൊരു യാത്ര. അത് പ്രകൃതി മനോഹരമായൊരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരാം. ഫുൾ ചെലവ് ഞങ്ങളുടെ വരാം. ആ ട്രിപ്പിൽ ഞാനും എൻ്റെ കുടുംബം ഉണ്ടാകും. ഞാനും എൻ്റെ കുടുംബം ഉണ്ടാകും. വെരി ഗുഡ്, എക്സലന്റ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു യാത്ര. അതിന് താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ചാനൽ കാണുന്ന, നമ്മുടെ മൂസക്കായുടെ ചാനൽ കാണുന്ന, എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർക്കാണ് ഈ അവസരം. അതോടൊപ്പം ഈ ഒരു ബിസിനസ്സിൽ പങ്കാളിയാകാൻ താല്പര്യമുള്ള നിങ്ങൾക്കും വരാം, അല്ലേ? യെസ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ ആകാം. അതിനുള്ള ഒരു അല്ലേ, ഇപ്പോൾ പാർസലൊക്കെ ഓൺലൈൻ കൊടുക്കുന്നില്ലേ? തീർച്ചയായും. എവിടേക്കുണ്ട്? നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഒരു 8 കിലോമീറ്റർ ഉള്ളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി മലപ്പുറം ജില്ലയിലും കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫുഡ് കോമ്പറ്റീഷൻ, ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ വന്ന് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ലൈവായി മീൻ കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കി രുചിച്ച് നോക്കുക, അല്ലേ? നമ്മൾ കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത മാസമാണ് ഞങ്ങളിത് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ അറിയിക്കും. ഒപ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഒരു ഗൂഗിൾ ഫോറം ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ, മൂസക്കായുടെ ചാനലിൻ്റെ താഴെയുണ്ട്, അംസാഞ്ച് മുക്കിലിൻ്റെ താഴെയുണ്ട്. ആ ഫോറം പൂരിപ്പിച്ച് ഞങ്ങൾക്ക് അയക്കാം. ആ പ്രതിനിധിനെ നമ്മുടെ ടീം വിളിക്കുമ്പോൾ എല്ലാ സെറ്റപ്പുമായിട്ട് ആ ഡേറ്റിൽ വരിക. മിക്കവാറും അടുത്ത മാസം തന്നെ ഉണ്ടായിരിക്കും, അല്ലേ? ഇത് ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ്. ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഇവിടെ നടക്കാറുണ്ടെങ്കിലും ഫിഷ് കൊണ്ട് മാത്രം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മത്സരമാണ്. അത് മൂസക്കായ് സീ ഫ്രഷ് സംഘടിപ്പിക്കുന്നു. അതിൽ സമ്മാനം കിട്ടുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു യാത്ര, മറക്കാനാവാത്തൊരു യാത്ര. തീർന്നില്ല, ആ യാത്രയും ഞാനൊരു എപ്പിസോഡാക്കും. എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവരെ ഒന്ന് കാണിക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുള്ള ആളുകളില്ലേ, വരി, നമുക്ക് അടിച്ചു പൊളിച്ചുള്ള ഒരു യാത്ര, അതും ഒരു പ്രോഗ്രാം ആക്കും. ഇങ്ങനെ വെറൈറ്റി പ്രോഗ്രാം എനിക്കും വേണേ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മൂസക്കായ് സീ ഫ്രഷിൻ്റെ ഭാഗമാവാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവരൊക്കെ ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂരയ്ക്ക് കീഴെ ഞങ്ങൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എനിക്കൊരു ശക്തിയാണ്. അംസക്കൻ എൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ശക്തിയായി. എനിക്കും. അപ്പം അംസക്കായും മൂസക്കായും ചേർന്നപ്പം ഞങ്ങളുടെ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാവണം എന്ന് പറഞ്ഞ് കുറേ പേര് വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവാം. 1 1 11. അതെ, ഞങ്ങൾ രണ്ടുപേര് കൂടിയപ്പോ 2 അല്ല, അത് 11 ആയിരിക്കും. ഇമ്മിണി വലിയൊന്ന്. വെരി ഗുഡ്. അപ്പോ ഈ ഒരു മത്സരം അല്ല, ഈ മീൻ ഇങ്ങനെ തിന്നാണ്. മീൻ മാത്രം, മീൻ ബിരിയാണി ആവല്ലേ, മീൻ കറി ആയിക്കൂടെ, മീൻ പൊരിയാവാ, മീൻ തോരനാവാ, മീനുകൊണ്ട് അവിയലാവാ, എന്തൊക്കെ മീന് കൊണ്ട് എന്തൊക്കെ. ഇന്നലെ മീൻ അച്ചാറായിരുന്നു വീട്ടിലുണ്ടാക്കിയ. മീനോണ്ട് അച്ചാർ ഭയങ്കര സംഭവമാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ മീൻ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിക്കൊരു കുടുംബം വന്നു മലേഷ്യയിൽ നിന്ന്, അവര് മീൻ കൊണ്ട് പപ്പടം കൊണ്ടുവന്നു. മീൻ പപ്പടം ഭയങ്കര സംഭവമാണ്. മീനിന്റെ ഉപ്പേരി, അത് മീനാന്ന് പറയില്ല. അങ്ങനെ മീന് കൊണ്ട് വ്യത്യസ്ത വിഭവങ്ങളുടെ ഐഡിയ നിങ്ങൾക്കുണ്ടാ എങ്കിൽ അത് നിങ്ങൾ കാണിക്കുക, അത് പൊതുജനങ്ങളെ പഠിപ്പിക്കുക, പൊതുജനങ്ങൾ ഉണ്ടാക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഈ വിഭവങ്ങളൊക്കെ കേരളത്തിലും വിദേശത്തെ പ്രവാസികളൊക്കെ ഉണ്ടാക്കട്ടെ. എന്നിട്ട് നന്നായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വിഭവം ഞങ്ങൾക്ക് അയച്ചു തരി. അത് മാർക്കറ്റ് ചെയ്യാൻ വരെ എൻ്റെ അടുത്ത് ആളുണ്ട്, ഐഡിയ ഉണ്ട്. ഇന്നലെ അങ്ങനെ കുറെ സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു 10-200 പേരൊക്കെ എൻട്രി അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങിപ്പോവും. കാരണം സ്ഥലം ഇപ്പം ആദ്യം ആദ്യം വരുന്നവർക്ക് മുൻഗണന. അതൊരു 10, 20, 25 പേരെ ഞങ്ങൾ പങ്കെടുപ്പിക്കും. അങ്ങനെയാണ്. അപ്പം പെട്ടെന്നായിക്കോട്ടെ, ഒന്ന് ചിന്തിച്ചോളൂ, മറ്റൊന്നും വേണ്ട. ഫിഷ് കൊണ്ട് മനോഹരമായ ഒരു ഡിഷ് ഉണ്ടാക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അടുത്ത മാസമാണ് മത്സരം. ഇപ്പോഴേ ചർച്ചകൾ നടക്കുക. ആ താഴെ കാണുന്ന ആ ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക. ബാക്കി ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.